ഇന്ന് നമ്മൾ കാണുന്നത് ഒരു നാലമ്പല ദർശനമാണ്. പഞ്ഞക്കർക്കിടകമല്ലേ, അല്പം ആത്മീയതയും ആകാമല്ലോ. അങ്ങനെയാണ് ഞാൻ തൃപ്രയാർ അമ്പലത്തിൽ വന്നത്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഭക്ഷണം മതിയെങ്കിൽ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും വളർച്ചയ്ക്ക് ആത്മീയത കൂടിയേ തീരൂ. അങ്ങനെ കലുഷിതമായ മനസ്സ് ഒന്ന് ശുദ്ധമാക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. അപ്പോഴിതാ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ചില കണ്ട കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തി. ആ കാഴ്ചകൾ നിങ്ങളുമായി കാണാനും നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കത് ബോധ്യമാകും. തൃപ്രയാർ ക്ഷേത്രം മാത്രമല്ല, കൂടൽമാണിക്യത്തിലെ ഭരതൻ്റെ ക്ഷേത്രവും മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രവും പായുമ്മൽ ശത്രുഘ്നൻ്റെ ക്ഷേത്രവും ഞാൻ സന്ദർശിച്ചു. വളരെ ഭംഗിയായി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രം നടയുടെ പുറത്തു വന്നപ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പ്രായമുള്ള അമ്മ ആ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അരികിലിരുന്ന് മുല്ലപ്പൂ വിൽക്കുകയാണ്. അമ്മ രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. നല്ല ഉറക്കക്ഷീണം. ഇത് കണ്ടപ്പോൾ എൻ്റെ മാതൃസ്നേഹം ഒന്ന് ഉണർന്നു. എൻ്റെ അമ്മ വളരെ നേരത്തെ അകാലത്തിൽ മരണപ്പെട്ടതുകൊണ്ടാകാം എനിക്ക് അമ്മമാരോടെന്തോ ഒരു പ്രത്യേക സ്നേഹം. ഞാൻ തൊട്ടരികിൽ ചെന്നു. അമ്മ ഒട്ടും അറിയുന്നില്ല. എൻ്റെ കയ്യിലിരുന്ന കടല ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒരു മുഴം മുല്ലമൊട്ടും ഞാൻ അമ്മയോട് വാങ്ങി. അദൃഷ്ടി പോലും ഒന്ന് നോക്കുവാനുള്ള ആരോഗ്യസ്ഥിതി ആ അമ്മയ്ക്ക് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒരുപക്ഷെ എന്തെല്ലാം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും അമ്മയ്ക്കുണ്ടാവും അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാലും അമ്മ ആരുടെയും നേരെ കൈ നീട്ടുന്നില്ലല്ലോ. അധ്വാനിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് അമ്മയുടെ ദൃഢനിശ്ചയം. ആ മുഖത്തു നിന്ന് എനിക്കിതെല്ലാം വായിച്ചെടുക്കാൻ കഴിയും. എന്തായാലും തികച്ചും എനിക്കിത് അവഗണിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഞാൻ അന്വേഷിക്കുന്ന ദൈവം ഈ അമ്പലത്തിൻ്റെ വാതുക്കൽ തന്നെ ഇരിക്കുന്നത് ഈ അമ്മയുടെ രൂപമാണെങ്കിലോ? ഞാൻ ആരെ കാണാനാണോ വന്നത്, ഒരുപക്ഷെ അത് ഇങ്ങനെയാവും ദൈവത്തിൻ്റെ രൂപം എന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നൽ. ഒരുപക്ഷെ എൻ്റെ തോന്നലുകളാകാം. എന്നാലും അമ്മ കാണുന്നതുവരെ, അമ്മയുടെ അടുക്കൽ ചെല്ലുന്നതുവരെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് വിട്ടോളൂ. അമ്മയും കാണട്ടെ, അല്ലെങ്കിൽ അമ്മയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ കാണട്ടെ. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കണ്ടുമുട്ടാം.